ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൽ നിന്നുള്ള കുറച്ചധികം ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ നേരിട്ട് ചോദ്യത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. ആദ്യമായാണ് ഈ ചാനൽ കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. ആദ്യത്തെ ചോദ്യം, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാര്? ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാര്? ആരാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത്? സർദാർ കെ എം പണിക്കറാണ്. സർദാർ കെ എം പണിക്കറാണ്. രണ്ടാമത്തെ ചോദ്യം, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥമേത്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥമേത്? ഉത്തരം 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയുമാണ്. ഇന്ത്യയും ചൈനയുമാണ്. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം കാൺപൂരാണ്. കാൺപൂരാണ് നാനാ സാഹിബ് നേതൃത്വം നൽകിയത്. ഡൽഹിയിൽ ആരൊക്കെയായിരുന്നു? ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനും. ലക്നൗവിൽ ആരായിരുന്നു? ബീഗം ഹസ്രത് മഹൽ അല്ലേ. ഝാൻസിയിൽ ആരായിരുന്നു? റാണി ലക്ഷ്മിബായി അല്ലേ. അഞ്ചാമത്തെ ചോദ്യം, 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് ഫിലാഡൽഫിയയിലാണ് നടന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആൻ്റോണിയോ ഗുട്ടറസ് ആണ്. 2016 ഡിസംബർ 31 മുതൽ ആൻ്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായി പ്രവർത്തിച്ചു വരുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ഉത്തരം ചക്രവാദമാണ്. ചക്രവാദം. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഉത്തരം ഏതാണ്? കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്. അതാണ് ഉത്തരം. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്. എന്താണ് ക്ലിഫ്? ഉത്തരം ഏതാണ്? ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. പത്താമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക. ഏതാണ്? സി ആണ്. ടെറായി ആണ്. കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരിയല്ലാത്തത് ഏതാണ്? ശബരിഗിരി പത്തനംതിട്ടയാണ് ശരിയല്ലാത്തത്. ബാക്കിയെല്ലാം ശരിയാണ്. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? ഉത്തരം ഏതാണ്? ഉത്തരം കൊൽക്കത്തയാണ്. കൊൽക്കത്തയാണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരിക. 2ഉം 3ഉം ഉൾപ്പെടുന്നവയാണ്. അതായത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു. അത് ശരിയാണ്. അതുപോലെ തന്നെ പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. ഈ പ്രസ്താവന ശരിയാണ്. 2ഉം 3ഉം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായി വരിക. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് വരിക. 1ഉം 3ഉം. അതായത് സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയും ഉൾപ്പെടുന്നു. വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന, അത് തെറ്റാണ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. തെറ്റായ ജോഡി ഏതാണ്? തെറ്റായ ജോഡി ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തം. അത് തെറ്റാണ് കേട്ടോ. തെറ്റായ ജോഡി എന്ന് പറയുന്നത് ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തമാണ്. ദാദാഭായ് നവറോജി ഏതാണ്? ചോർച്ചാ സിദ്ധാന്തം അല്ലേ. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ്?
പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ്? പത്മ സുബ്രഹ്മണ്യമാണ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഒന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്, രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് രണ്ടും ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാം? ഈ 3 പേരും ആയിട്ടുണ്ട് കേട്ടോ. നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ്. അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം 3ഉം ശരിയായ ഉത്തരമാണ്. 19ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന? 1ഉം 2ഉം ആണല്ലേ. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായ പ്രസ്താവന. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. കോട്ടോണോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം ബോംബെയാണ്, അതായത് ഇന്നത്തെ മുംബൈ. ശരിയാണ്. ഇന്ത്യയുടെ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണ്, അതും ശരിയാണ്. ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് അറിയപ്പെടുന്നത് തെറ്റാണ്. ചണനാരല്ല. ഏതാണ്? പരുത്തിയാണ്. ചണനാര് ഏതാണ്? ഗോൾഡൻ ഫൈബർ ആണല്ലേ. അടുത്ത ചോദ്യം, മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? 91ാം ഭരണഘടനാ ഭേദഗതി. 2003 91ാം ഭരണഘടനാ ഭേദഗതിയാണ്. അടുത്ത ചോദ്യം, രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ ഏതാണ്? യെസ്, സി ആണ് ശരി. അതായത് 2ഉം 3ഉം 4ഉം പ്രസ്താവന ശരിയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ശരിയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നു. ശരിയാണ്. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല. ശരിയാണ്. അതായത് ഓപ്ഷൻ സി ആണ്. 2, 3, 4ഉം ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. എന്താണ്? 3/2 ഭാഗം അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു. അത് തെറ്റാണ്. 3/2 ഭാഗമല്ല, 1/3 ഭാഗമാണ് ശരി കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 2ഉം 3ഉം 4ഉം പ്രസ്താവന ശരിയാണ്. 22ാമത്തെ ചോദ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഏതാണ്? PK തുങ്കൻ കമ്മിറ്റിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ പെടാത്തത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. 3ഉം 4ഉം ആണ്. ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ പെടാത്തത് സംഘടനാ സ്വാതന്ത്ര്യവും പൊതു തൊഴിലിൽ തുല്യ അവസരവും. അത് മൗലിക അവകാശങ്ങളാണല്ലേ. അപ്പോൾ പെടാത്തത് സംഘടനാ സ്വാതന്ത്ര്യം പെടില്ല, പൊതു തൊഴിലിൽ തുല്യ അവസരം ഇത് രണ്ടും പെടില്ല. ഓപ്ഷൻ 1ാമത്തെയും 2ാമത്തെയും പ്രസ്താവന പെടും. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 3ഉം 4ഉം എന്നിവയാണ്. അടുത്ത ചോദ്യം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിനും പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതെന്നുള്ളതാണ് ചോദ്യം. മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? സി വിജിലാണ്. ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധ ആണവോർജ്ജം, സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം, കൺകറന്റ് ലിസ്റ്റ് മദ്യനിയന്ത്രണം, ബാങ്കിങ്. തന്നിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഉത്തരം ശരിയായത് ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. അതായത് യൂണിയൻ ലിസ്റ്റ് പ്രതിരോധ ആണവോർജ്ജം ശരിയാണ്. സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം ശരിയാണ്. കൺകറന്റ് ലിസ്റ്റ് തെറ്റാണ്. കൺകറന്റ് ലിസ്റ്റ് മദ്യനിയന്ത്രണം, ബാങ്കിങ് എന്നിവ തെറ്റാണ്. മദ്യനിയന്ത്രണം സംസ്ഥാനമാണ്, ബാങ്കിങ് യൂണിയൻ ലിസ്റ്റാണ്. അപ്പോൾ 3ാമത്തെ ഇത് തെറ്റാണ്. 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക. അടുത്ത ചോദ്യം, നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ആരാണ്? കിരൺ റിജിജു ആണല്ലേ. കിരൺ റിജിജു ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് വരിക. അതായത് 2ഉം 3ഉം പ്രസ്താവന ശരിയാണ്.
ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. ശരിയാണ്. അതുപോലെ തന്നെ വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെ ഹൈക്കോടതി ജഡ്ജിയായിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ, അതും ശരിയാണ്. ആദ്യത്തെ പ്രസ്താവന തെറ്റാണ്. 1993 ഡിസംബർ 11 അല്ല, 1998 ഡിസംബർ 11 കേട്ടോ. അപ്പോൾ 27 ഉത്തരം ബി ആണ്. 2ഉം 3ഉം പ്രസ്താവന ശരിയാണ്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായത് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് എൻ്റെ ഉത്തരമായിട്ട് വരിക? ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ് കേട്ടോ, എല്ലാം ശരിയാണ്. അതായത് അഴിമതി നിയന്ത്രിക്കുന്നതിന് ശരിയാണ്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിന് ശരിയാണ്, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന് അതും ശരിയാണ്. എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2 ഫെബ്രുവരി 2. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? ഇത് 2025 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ഉത്തരവായിട്ട് വരിക വി ശിവൻകുട്ടിയാണ്. എന്നാൽ ഇപ്പോൾ ഗവൺമെൻറ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? ബിന്ദു കൃഷ്ണയാണ്. ഇപ്പോഴത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയാണ്. ഇപ്പോഴത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റ് 9 ആണ്. കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ എല്ലാവർക്കും അറിയാം, രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? NS മാധവൻ. 2024 NS മാധവൻ. പല്ലിൻ്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു, ഇവയിൽ ശരിയായ ജോഡികൾ എവ എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരമായി വരും ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം ശരിയാണ്. അതായത് പൾപ്പ് കാവിറ്റി പല്ലിൻ്റെ ഏറ്റവും ആന്തര ഭാഗം ശരിയാണ്. സിമൻറ്റം പല്ലിനെ മോണൽ ഉറപ്പിച്ച് നിർത്തുന്ന യോജക കല്ല്, അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി വരിക. 3ഉം 4ഉം പ്രസ്താവന ശരിയാണ്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു, ശരിയായ ജോഡി കണ്ടെത്തുക. ഏതാണ് ശരിയായ ജോഡി? ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം വരിക. 2 മാത്രം ശരിയായ ജോഡിയാണ്. എലിപ്പനി, ലെപ്റ്റോസ്പൈറ, ബാക്കിയെല്ലാം തെറ്റാണ് കേട്ടോ. അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഇതിൻ്റെ ഓപ്ഷൻ ബി 2 മാത്രമാണ് വരിക. അതായത് അമൃതം ആരോഗ്യം മാത്രമാണ് ശരി. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? എന്നുള്ളതാണ് ഉത്തരം. ഇതിൻ്റെ ഉത്തരവും ബി ആണ് വരുന്നത്. 2 മാത്രമാണ്. അതായത് ഹീമോഫീലിയ, സിംഗിൾ സെൽ അനീമിയ എന്നതാണ് ശരി. അടുത്ത ചോദ്യം, സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. അതിലേതാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് ശരി? ഓപ്ഷൻ എ ആണ് ശരി. 1 മാത്രമാണ് ശരി. അതായത് ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യുഫോട്ടിക് മേഖല, ഈ പ്രസ്താവനയാണ് ശരി. ബാക്കിയെല്ലാം തെറ്റാണ്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2024 ശ്രദ്ധിക്കണം. 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 3 ശരി ഉത്തരം. അതായത് സൗദി അറേബ്യയാണ് ശരിയായ ഉത്തരമായിട്ട് വരിക. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 3 ഉത്തരം. അതായത് നൈജീരിയയാണ് ശരി ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം, ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ഉത്തരം പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. 43 എന്താണ്? കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? സെക്കൻഡാണ് കൂട്ടത്തിൽ പെടാത്തത്. അടുത്ത ചോദ്യം, ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ 10 സെൻറ്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. -8 സെൻറ്റിമീറ്റർ ആണ്. ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? മുംബൈയാണ്. ചാറ്റ് ജിപിടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ്? ഇറ്റലിയാണ്.
47-ാമത്തെ ചോദ്യം, കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് ഏത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? ഉത്തരം കാൽസ്യം കാർബണേറ്റ് ആണ്. കാൽസ്യം കാർബണേറ്റ് ആണ്. അടുത്ത ചോദ്യം, ഇരുമ്പ് ഫൈലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഉത്തരം FeCl3H2 ഉണ്ടാകുന്നു. 49-ാമത്തെ ചോദ്യം, ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്ര? ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്ര എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം 10 ആണ്. 10. ഡാഷ് ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. ഏതാണ് ഉത്തരം? ഡാഷ് ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. TiO2 ആണ്. അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? ബോയിൽ നിയമം. ബോയിൽ നിയമം. പത്രപ്രവർത്തനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? പത്രപ്രവർത്തനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? എവിടെയാണ്? കാക്കനാടാണ്. 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 53-ാമത്തെ ചോദ്യം, മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ ആരാണ്? മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ ആരാണ്? PJ ആൻ്റണിയാണ്. PJ ആൻ്റണിയാണ്. 54-ാമത്തെ ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയാണ്? താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. 1 മാത്രം ശരി. അതായത് മൈമൂന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് OV വിജയനാണ്. ഈ പ്രസ്താവന മാത്രമാണ് ശരി. ബാക്കി രണ്ടും തെറ്റാണ്. 55-ാമത്തെ ചോദ്യം, 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആരാണ്? ഉത്തരം EV രാമകൃഷ്ണനാണ്. EV രാമകൃഷ്ണനാണ്. 56-ാമത്തെ ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെ? ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. അതായത് ഷാജി N കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. അത് ശരിയാണ്. അതുപോലെ തന്നെ 1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി. 1ാമത്തെയും 2ാമത്തെയും പ്രസ്താവന ശരിയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരി. 57-ാമത്തെ ചോദ്യം, ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കറാണ്. സച്ചിനാണ്. 58-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിൻ്റെ നായകൻ ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിൻ്റെ നായകൻ ആരാണ്? ജയ്പാൽ സിംഗ് ആണ്. ജയ്പാൽ സിംഗ് ആണ്. 59-ാമത്തെ ചോദ്യം, പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് ഉത്തരം ബ്രൗസിംഗ് ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാനാണ്. 60-ാമത്തെ ചോദ്യം, HTML-ൽ ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ്? ഓപ്ഷൻ IMG ആണ്. 61-ാമത്തെ ചോദ്യം, ഒരു LAN ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം റൗട്ടറാണ്. 62-ാമത്തെ ചോദ്യം, IT ആക്ട് പ്രകാരം ഇന്ത്യയിൽ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി ഏതാണ്? ഉത്തരം സർട്ടിനാണ്. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഇൻപുട്ട് ഉപകരണം? ഉത്തരം സ്കാനറാണ്. പോക്സോ നിയമം 2012 പ്രകാരം കുട്ടിയായി നിർവചിച്ചിരിക്കുന്നത് ആരെയാണ്? 18 വയസ്സിൽ താഴെയുള്ളവരെയാണ് കേട്ടോ. 18 വയസ്സിൽ താഴെയുള്ളവരെയാണ്. ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടണം എന്നായിരിക്കണം നിയമം അനുശാസിക്കുന്നത്? ഉത്തരം 1 തവണയാണ്. ഒരു തവണയെങ്കിലും മീറ്റിംഗ് നടന്നിരിക്കണം. ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്രയാണ് അവരുടെ കാലാവധി? 3 വർഷമാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ
ആരാണ്? ജയന്തി പട്നായിക്. ജയന്തി പട്നായിക്കാണ്. 68ാമത്തെ ചോദ്യം, ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ഉത്തരം. ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കുവാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. 69ാമത്തെ ചോദ്യം, ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? ഉത്തരം 6 ചെയർപേഴ്സണെ കൂടാതെ 6 അംഗങ്ങളുണ്ട്. സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? ഉത്തരം 150 71ാമത്തെ ചോദ്യം, ഒരു ത്രികോണത്തിലെ കോണുകൾ 5:3:4 എന്ന അംശബന്ധത്തിലായാൽ ത്രികോണത്തിലെ ചെറിയ കോൺ എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 45. Z = x + yയിൽ x = -10 y = 3 ആയാൽ z എത്ര? ഇതിൻ്റെ ഉത്തരം -7 ആണ്. കൂട്ടത്തിൽ പെടാത്തത് ഉത്തരം ഓപ്ഷൻ ഡി 16. അടുത്ത ചോദ്യം, 6ൻ്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ മാന്ദ്യം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 19 ഉത്തരം. 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് ഒരു സമചതുരത്തിലെ ചുറ്റളവിനോട് തുല്യമായാൽ ആ സമചതുരത്തിൻ്റെ വശം എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം 35. ഒരു വരിയിൽ അരുൺ മുന്നിൽ നിന്ന് 4-മതും പിന്നിൽ നിന്ന് 20-മതുമായാൽ ആ വരിയിൽ എത്ര ആളുകളുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം എത്രയാണ്? 23. 18 - 6 ÷ 3 × 4 ബോർഡ് മാസ് ആണല്ലേ. ഏതാണ് ഇതിൻ്റെ ഉത്തരം? ഉത്തരം 10. അടുത്ത ചോദ്യം എന്താണ്? -2/3³ × 3/5² എത്രയാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇതിൻ്റെ ഉത്തരം -8/75 ആണ്. 79ാമത്തെ ചോദ്യം, 53.6 എന്ന സംഖ്യ 72.29 എത്ര കുറവാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം 18.69 ഉത്തരം. 1, 2, 4 എന്ന സംഖ്യാശ്രേണിയിലെ 10ാം പദം എത്ര? 512 ഉത്തരം. 81ാമത്തെ ചോദ്യം ഇംഗ്ലീഷാണ്. ഇനി, മോഡേൺ ടെക്നോളജി മേക്സ് ഇറ്റ് ഈസിയർ ദാൻ എവർ ടു eavesdrop ഓൺ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. ഫൈൻഡ് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു ദ അണ്ടർലൈൻഡ് വേർഡ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ്, ടു ലിസൺ സീക്രട്ട്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ. ഈവ്സ്ഡ്രോപ്പ് എന്ന് വെച്ചാൽ ടു ലിസൺ സീക്രട്ട്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ. ഡു യു റിമെമ്പർ ദ പാസഞ്ചർ ഡാഷ് ട്രാവൽഡ് യെസ്റ്റർഡേ വിത്തൗട്ട് എ ടിക്കറ്റ്. ചൂസ് ദ സ്യൂട്ടബിൾ റിലേറ്റീവ് pronoun from the options given. ഏതാണ് ഉത്തരം? വൂ ആണ് ഉത്തരം വരിക. വൂ ആണ്. മാർട്ടിൻ ate the dash amount of shawarma at the party, preferring to snack on vegetables. Choose the superlative form of the adjective from the option. ഏതാണ് ഇതിൻ്റെ ഉത്തരം വരിക? ലീസ്റ്റ് ആണ് വരിക. ലീസ്റ്റ് ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക. Pursuing a graduate degree from a reputable institution these days can cost an arm and a leg. Identify the meaning of the idiom underlined. ആൻസർ എക്സ്പെൻസീവ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, എക്സ്പെൻസീവ് ആണ്. 85ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വേർബ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ കോമ്പൗണ്ട് വേർഡ് കൺസിസ്റ്റിംഗ് ഓഫ് എ വേർബ് പ്ലസ് അഡ്വേർബ് പാറ്റേൺ. ഉത്തരം ബ്രേക്ക് ത്രൂ ആണ്. ഓപ്ഷൻ എ ആണ് വരിക, ബ്രേക്ക് ത്രൂ ആണ്. The dash of the royal family still preserve their tradition and cultural heritage. Pick out the correctly spelled words. ഏതാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക? ഓപ്ഷൻ ബി ആണ്, ഡിസെൻഡൻസ് എന്നുള്ളത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 87ാമത്തെ ചോദ്യം, ദിസ് ക്ലോത്ത് യൂസ്ഡ് ടു ഫെയ്ഡ് വെൻ വാഷ്ഡ് ഡാഷ്. യൂസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഡിഡൻറ്റ് ഇറ്റ് ആണ് വരിക. ക്ലോസ് ദ വിൻഡോ ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ഇത് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഉത്തരം ഏതാണ് വരിക? ഓപ്ഷൻ ഡി ആണ്, ലെറ്റ് ദ വിൻഡോസ് ബി ക്ലോസ്ഡ്. The principal ordered a dash of paper to print the student's hall ticket. Fill in the blank using the most suitable collective noun from the options given.
89-ാം ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? റീമാണ് വരിക, റീമാണ്. ദ മാനേജർ ആസ്ക്ഡ് രാജി, വൈ ഡിഡ്ന്റ് യു കം ടു ദ ഓഫീസ് യെസ്റ്റർഡേ? ദ മാനേജർ ആസ്ക്ഡ് രാജി ഡാഷ് കംപ്ലീറ്റഡ് ദ റിപ്പോർട്ടഡ് സ്പീച്ച്. അതാണ് അതിൻ്റെ ഉത്തരം. ഓപ്ഷൻ സി ആണ് അല്ലേ. വൈ ഷീ ഹാഡൻ കം ടു ദ ഓഫീസ് ദ പ്രീവിയസ് ഡേ. അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത മലയാളമാണ്. 91-ാം ക്വസ്റ്റ്യൻ. വിൺ പ്ലസ് സ്ഥലം, വിണ്ടലം. സന്ധി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് സന്ധി? ആദേശസന്ധിയാണ് അല്ലേ, ആദേശസന്ധിയാണ്. ക്ലിംബം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ഡി ആണ്. നപുംസകമാണ് കേട്ടോ, നപുംസകമാണ്. അടുത്ത ചോദ്യം. കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, മഞ്ഞാണ് ഉത്തരം കേട്ടോ. ശരിയല്ലാതെ വിപരീത പദരൂപം ഏത്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഉപജയം, അപജയം എന്നുള്ളതാണ് ശരിയല്ലാതെ വിപരീത പദരൂപം. 95 സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് ഉത്തരം ഏതാണ്? ആ, ഈ, എ ആണ് ചുട്ടെഴുത്തുകൾ. 96-ാമത്തെ ചോദ്യം. ചതിയില്ലാതെടുത്ത് കത്തി വെക്കരുത് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം. ഓപ്ഷൻ ബി ആണല്ലേ, ഫലമില്ലാതിടത്ത് പ്രവർത്തിക്കരുത്. വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? കവി, കവിയത്രി. അതല്ലേ തെറ്റല്ലേ? അതാണ് തെറ്റ്. നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകുന്നുണ്ട്. 98-ാമത്തെ ചോദ്യം. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, ഒറ്റപ്പദം ഏത്? പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപടിഷു അല്ലേ, പിപടിഷു ആണ്. സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്, സല്ലിംഗ ബഹുവചനം. അവസാന ക്വസ്റ്റ്യൻ. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരമെന്ത്? ഓപ്ഷൻ ഡി, തെങ്ങാണ് കേട്ടോ, തെങ്ങാണ്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ കണ്ട നമ്മളൊരു 100ഓളം ചോദ്യങ്ങൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ മുൻ പരീക്ഷയിൽ 2025 ചോദിച്ചിട്ടുള്ള പരീക്ഷയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി.